മോൻ നോക്കി ലക്ഷണം പറയോ? എൻ്റെ അല്ല, എൻ്റെ 2 ഇക്കാക്കാമാരെയാ. നോക്കി പറയോ? എന്താ മോൻ്റെ പേര്? അമ്മോൻ്റെ അബ്ദുള്ള. എത്ര വയസ്സുണ്ട്? വയസ്സ് 40. നാളറിയാൻ വയ്യ അല്ലേ? നാളറിയില്ല. ചെറിയ കാര്യങ്ങൾ വലുതാക്കുന്ന മോനാ. ചെറിയ കാര്യങ്ങൾ വലുതാക്കുന്ന മോനാണ്. സമാധാനം കുറവായിന്. സമാധാനം കുറവാണ്. ആ, വിദ്യാഭ്യാസം പഠിച്ച് പൂർത്തിയായില്ല ഇത് ഇയാള്. വിദ്യാഭ്യാസം പഠിച്ചിട്ട് പൂർത്തിയായില്ല. അത് ഉമ്മാടെ പാപ്പാടെ കുറ്റം കൊണ്ടല്ല, അത് സ്വന്തം മനസ്സുകൊണ്ട് ബുദ്ധിക്ക് നിരാശ കൊടുക്കും. ഇന്ന ആളിൻ്റെ ഒരു മോനാണെന്ന് പേര് മാത്രമേ വാപ്പ അതിനുണ്ടാക്കി തന്നിട്ടുള്ളൂ. വാപ്പാടെ സ്വത്ത് കൊണ്ടോ വാപ്പാടെ മുതൽ കൊണ്ടോ ജീവിച്ചോളം വിചാരം ഒന്നും അതിനില്ല. നശിച്ചുള്ളൂ. അതിൻ്റെ ഒരു സന്താനത്തിൽ ഇപ്പോൾ ദുഃഖമുണ്ട്. അതിന് സന്താന ദുഃഖം. എത്ര പിള്ളേർ വരെ ആവും? 3 മക്കളുടെ ഭാഗ്യം ഉണ്ടാകേണ്ട ആളാണ്. അന്റെ എത്ര പിള്ളേരുണ്ട് ഇപ്പൊ? 2 മക്കളുടെ അനുഭവമുള്ളൂ. 2 മക്കളുള്ളൂ. ആള് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ രക്ഷപ്പെടൂല? പെടും. എത്രാം വയസ്സിലാണ്? 40 വയസ്സായില്ല. ഇനി എപ്പോഴായിരിക്കും അതിന്റെ ബുദ്ധിമോശം രക്ഷപ്പെടാത്ത. ഇതെന്റെ വേറെ കേക്കാം. ജബ്ബാർ ആള് ഉയർന്ന ആളാണ്. തീർച്ചയായിട്ടും 33 വയസ്സ്. ഇലക്ഷന് പോലും സ്ഥാനാർത്ഥി സ്ഥാനം കിട്ടേണ്ട ആളാണ്. ഇലക്ഷന് സ്ഥാനാർത്ഥി സ്ഥാനം കിട്ടേണ്ട ആളാണ്. ജനിപ്പിച്ച മക്കളേത് അന്യ മക്കളേത് എന്നൊരു വേഗത്തിൽ അതിനില്ല. എല്ലാവരും ഒരുപോലെയാണ്. സത്യം. അതിന്റെ വിവാഹം നടക്കേണ്ട സമയത്ത് കുറച്ചു പേർക്ക് മനസ്സുണ്ടായിരുന്നു, കുറച്ചു പേർക്ക് മനസ്സില്ലായിരുന്നു. തടസ്സം ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളാക്ക്. അതെ, ശരീര സുമാനിയല്ല. അതുകൊണ്ട് ഒന്നിലും ചെയ്യാൻ പറ്റുള്ള ആക്ക്. ചില സമയം പൊട്ടന്റെ ശീലം ഭ്രാന്തന്റെ ശീലമാണ്. പൊട്ടന്റെ ഭ്രാന്തന്റെ ശീലം. പൊട്ടന്റെ ഭ്രാന്തനൊന്നും അല്ല പറഞ്ഞേ, ശീലം അതാണ്. അനീതി ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത വാക്ക് പെറ്റ അമ്മയാണ് പറഞ്ഞാൽ ഉടൻ മറുപടി കൊടുക്കുകയും ചെയ്യും. അത് പറഞ്ഞു കഴിയുമ്പോൾ കഷ്ടമായി പറയണ്ടായിരുന്നു എന്ന് ആലോചിക്കും. ഇവരിപ്പോ റിട്ടയർ ആവാറായി. എന്തെങ്കിലും ഭാഗ്യം ഇവർക്ക് ഉണ്ടാവും? രണ്ടുപേരും പല പല സ്ഥലത്താണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഭാഗ്യം കിട്ടുമോ? 2 പേർക്കും ഉണ്ടാകും. 2 പേർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ മോനുണ്ടാകും. ഈ ജബ്ബാറിന് ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ പറയാം എന്തായാലും.